യഥാർത്ഥത്തിൽ വിമത പാതിരിമാരെ രക്ഷിക്കാൻ ബിഷപ്പ് പാമ്പ്ലാനി നടത്തുന്ന പൊറാട്ട് നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അനീതി ചോദ്യം ചെയ്ത അൽമായരെ ബലിയാടാക്കാൻ ശ്രമം നടത്തുന്നത്. കർദിനൽ ആലഞ്ചേരി പിതാവിന്റെയും പൗരസ്ത്യ കാര്യാലയത്തിന്റെ പ്രിഫെക്ട് സാന്ത്രി പിതാവിന്റെയും കോലം കത്തിച്ചവരെ എന്ത് ചെയ്തു? പേപ്പർ ഡെലിഗേറ്റ് സിറിൽ വാസൽ പിതാവിനെ കുപ്പിക്ക് എറിഞ്ഞവരെ എന്ത് ചെയ്തു? അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ താഴത്തെ പിതാവിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞവരെ എന്ത് ചെയ്തു? ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ സഭയ്ക്കൊപ്പം നിൽക്കുന്ന പാവം അൽമായരെ ക്രൂശിക്കൽ. 2022 ഡിസംബർ 23, 24 തീയതികളിൽ ബസിലിക്ക പള്ളിയിൽ 18 മണിക്കൂർ തുടർച്ചയായി ആഭിചാര കുർബാന അർപ്പിച്ചത് ഒന്നും രണ്ടുമല്ല 33 വിമത വൈദികരാണ്. സഭാധികാരികളുടെ കോലം സർക്കുലർ കത്തിച്ചവർ, ആർച്ച് ബിഷപ്പിന്റെ ആൻഡ്രൂസ് താഴത്തിന്റെ മുട്ടുകൾ തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞവർ, ദിവ്യകാരുണ്യവുമായി വന്ന മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിനെതിരെ കുപ്പിയെറിഞ്ഞവർ തുടങ്ങിയ മുഴുവൻ വിമത പാതിരികളും ഇപ്പോഴും പള്ളികളിൽ തന്നെയുണ്ട്. ഏകീകൃത കുർബാന വിഷയത്തിൽ പെർമനന്റ് സിനഡിന് മാർപ്പാപ്പ നൽകിയ നിർദ്ദേശത്തിൽ സമവായ വെള്ളം ചേർത്തവർ, അതിരൂപത കാര്യാലയത്തിൽ നുഴഞ്ഞു കയറി ഗേറ്റ് തകർത്ത് കക്കൂസ് കുർബാന അർപ്പിച്ചവർ ഒന്നും രണ്ടുമല്ല 21 സഭാവിരുദ്ധരായ ക്രിമിനലുകളായ വൈദികരാണ്. കോടതി വിധിയെ മാനിച്ച് 4 പള്ളികളിൽ കൂരിയെ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടത്ര സുരക്ഷ നൽകാതെയും വിധിയെ അട്ടിമറിച്ച് സഭ അച്ചടക്ക നടപടിയെടുത്ത വൈദികർ അതേ പള്ളികളിൽ കൂരിയായ വെല്ലുവിളിച്ച് നിയമവിരുദ്ധമായി തുടരുന്ന സാഹചര്യം ഉണ്ടായിട്ടും മാർ പാമ്പ്ലാനി എന്തെങ്കിലും നടപടിയെടുത്തോ? പ്രസാദഗിരി പള്ളിയിൽ ജോൺ തോട്ടുപുറം അച്ഛനെ കയ്യേറ്റം ചെയ്ത ജെറിൻ പാഴത്തിങ്കൽ എന്ന വിമത വൈദികനും കൂടെ കുറെ ഗുണ്ടകളും അഴിഞ്ഞാടിയത് കാണാൻ മാർ പാമ്പ്ലാനിയുടെ കണ്ണിൽ തിമിരം ബാധിച്ചു. മാർ റാഫേ തട്ടിലും മാർ ജോസഫ് പാമ്പ്ലാനിയും ഇക്കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച കാനോനിക നടപടികൾ ആദ്യം വ്യക്തമാക്കുക. എന്നിട്ട് മതി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ മേൽ കുതിര കയറാൻ. ഏകീകൃത കുർബാന സംബന്ധിച്ച് സമാധാനപരമായി ചർച്ചകൾ നടക്കുന്നതിനിടെ ഞാൻ കണ്ണുക്കാരനാണ്, എനിക്ക് ആരെയും ഭയമില്ല തുടങ്ങിയ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മെത്രാപോലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയുടെ സംസാരമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. വിമതന്മാരുമായി രഹസ്യമായും പരസ്യമായും ചർച്ചകൾ നടത്തി കരാറുകളിൽ ഒപ്പുവെക്കുന്ന മാർ പാമ്പ്ലാനിക്ക് സഭയുടെ അന്തസ്സിനെയും അപമാനത്തെയും കുറിച്ച് സംസാരിക്കാൻ തന്നെ അർഹതയില്ല. തന്റെ നിയന്ത്രണത്തിലുള്ള വൈദികർ കുർബാനയെയും സഭാ പിതാക്കന്മാരെയും സമാനതകളില്ലാത്ത വിധം അധിക്ഷേപിക്കുകയും അരമനയിൽ അതിക്രമിച്ചു കയറി ദിവസങ്ങളോളം സമരം നടത്തി അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എത്ര വൈദികർക്കെതിരെ ഇതുവരെ കാനോൻ നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയാൻ കൂടി മാർ പാമ്പ്ലാനി തയ്യാറാകണം. ഇതിനെല്ലാം ശേഷം മതി സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിൽ മെത്രോപൊളിത്തൻ വികാരി മനഃപൂർവ്വം വരുത്തുന്ന വീഴ്ചകളെ കുറിച്ച് സംസാരിക്കാൻ അരമനയിൽ എത്തിയ വിശ്വാസികളെ ചോദ്യം ചെയ്യുന്നത്. ഏകീകൃത കുർബാന അതിരൂപതയിൽ പൂർണ്ണമായും നടപ്പിലാക്കുന്നവരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം തുടരുമെന്നും ഒരു ഭീഷണിക്ക് മുൻപിലും മുട്ടുമടക്കില്ലെന്നുമാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്.